വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഉഗ്രൻ കലത്തപ്പം റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അടിയൊന്നും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കലത്തപ്പം ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. ആ ഇത്ത നമ്മുടെ ഈ ബേക്കറികളിലൊക്കെ കലത്തപ്പം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത്രയും പെർഫെക്റ്റാണ് ആ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അരി ഇവിടെ വെള്ളത്തിൽ 6 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മെഷറിംഗ് കപ്പ് എടുക്കുക കേട്ടോ. ഇനി വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 7 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 വരെ ആവാം, വളരെ കുറഞ്ഞു പോകരുത്, അപ്പോൾ അപ്പം ശരിയാക്കിയിട്ടില്ല. 2 കപ്പ് അരിയിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. ആ 2.5 കപ്പിൽ പകുതി നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് എടുക്കും. ബാക്കി പകുതി നമുക്ക് അരി അരയ്ക്കുമ്പോൾ ചേർക്കാം. പിന്നെ അരി അരയ്ക്കുമ്പോൾ നമ്മൾ ഇത്തിരി തേങ്ങ ചേർക്കും. ഒരു 2 പിടി. നമ്മൾ കയ്യിൽ അളവിനൊക്കെ എടുക്കാൻ നമ്മുടെ തവിയൊക്കെ ഇല്ല, അതിൻ്റെ അളവിനാണെങ്കിൽ 2 തവി. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം പാടില്ല. അതിലേക്ക് 4 ഏലക്കായ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു കാര്യമാണ് ഇത്തിരി ചോറ്. നമ്മൾ വെന്തിട്ടുള്ള ചോറുണ്ടല്ലോ, അതുകൂടെ ചേർക്കണം. അത് അധികം വേണ്ട. ഇതുപോലെ ഒരു കയ്യിൽ നമ്മളൊരു തവിക്ക് 2 തവി ഏകദേശം, നിറയെ വേണ്ട, അതുകൂടെ ചേർക്കണം. ഞാനത് ഇതിൻ്റെ ഫസ്റ്റിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയതാണ് കാണിക്കാൻ. പിന്നെ വെള്ളം നമ്മൾ നേരത്തെ 2.5 കപ്പ് എടുത്തു. അതിൻ്റെ പകുതി നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് ചേർത്തു. ബാക്കി പകുതിയാണ് ഇത് കേട്ടോ. നമ്മുടെ ശർക്കര ഇതാ ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കൂട്ടിലേക്ക് ആകെ യൂസ് ചെയ്യുന്നത് 2.5 കപ്പ് വെള്ളം. അതായത് 2 കപ്പ് അരിയിലേക്ക് 2.5 കപ്പ് വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ അളവിൽ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരിയുടെ കൂട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയത് ഞാൻ അരിച്ചിട്ട് ചേർക്കുകയാണ്. ശർക്കരയിൽ പിന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കറക്റ്റ് ആ ശർക്കര മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ശർക്കര പാനി ഒരിക്കലും ചൂടാറരുത്, ആ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടോടുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഈ ഒരു ലൂസ് പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടുക. ഈ ഒരു പരുവം. ഈ മാവ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 2 കലത്തപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് ഇത്തിരി ചെറിയ ജീരകം, ഒരു സ്പൂണ്, ചെറിയ ടീസ്പൂണിൽ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഇത്തിരി കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. കറിവേപ്പില ഓപ്ഷണലാണ്, ഞങ്ങളിവിടെ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നവരും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇത് ചൂടോടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് പകുതിയാണ് ഇനി നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കുന്നത്. മാവ് റെഡിയായി കഴിഞ്ഞാൽ ചൂടോടെ നമ്മൾ ചുട്ടെടുക്കുകയാണ്. ഇത് ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കത് കലത്തപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇനി കുക്കർ എടുക്കുക. കുക്കറിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്, ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് എത്തിക്കുക. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് എത്തിക്കണം, കാരണം അത് അവിടെ നമ്മൾ കലത്തപ്പം ഒഴിക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കരുത്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ പകുതി മാവാണ് ഞാൻ എടുത്തത്. ഇനി ലിഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലിഡിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കരുത്. എന്നിട്ട് 10 മിനിറ്റാണ് നമ്മുടെ കുക്കിംഗ് ടൈം, ടോട്ടൽ കുക്കിംഗ് ടൈം. അതിൽ 1 മിനിറ്റോളം നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ആ 1 മിനിറ്റ് കറക്റ്റായ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞ് 1 മിനിറ്റ്, ആ ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് കഴിഞ്ഞ പാട് വീണ്ടും സിമ്മ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേവിക്കുക. അങ്ങനെ ടോട്ടൽ 10 മിനിറ്റ് ആകുമ്പം കുക്കർ ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു ഈർക്കിളോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കുക. അപ്പോൾ അത് നല്ല ക്ലീനായിട്ട് പുറത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കലത്തപ്പം റെഡിയാണ്. അപ്പോൾ എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടി വെക്കുക.
ചൂടാറിയ ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നോക്കുക, ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വിട്ട് വരും. അപ്പോൾ നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലൊക്കെ റെഡി ആയിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ കലത്തപ്പം നല്ല ഉഷാറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സോഡാപ്പൊടിയോ നമുക്ക് പിന്നെ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, അടി കരിഞ്ഞിട്ട് പോലും ഇല്ല. നല്ല ഉഷാറായിട്ട് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ കൃത്യമായിട്ട് റെഡിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉഷാറായിട്ടുള്ള കലത്തപ്പം കിട്ടും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കലത്തപ്പമാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യും വേണം നിങ്ങളുടെ ഫാമിലിക്കൊക്കെ. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ഈ കലത്തപ്പം കരിഞ്ഞു പോകും, അടി കരിഞ്ഞു പോകും, അതുപോലെ ഉള്ളിൽ സോഫ്റ്റ് ആവാണ്ടേയും കട്ടിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും മടിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ അളവിൽ, ഇത് നമ്മൾ ബേക്കറിലൊക്കെ കൊടുക്കുന്ന അതേ അളവിലാണ് ഞാൻ തന്നിട്ടുള്ളത്, അതേ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്, താങ്ക് യു.